നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുതെന്ന് കരുതിയത്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. സാറിനെ തിരികെ വിളിക്കണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, കൊതിച്ചു. ഈശ്വരന സാറിനെ കൊണ്ടിങ്ങനെ തോന്നിപ്പിച്ച് എനിക്ക് സാറിന്റെ കൂടെ ജീവിച്ച് മതിയായില്ല ഇതുവരെ. ശരിയാണ്, ഇത് ഒരു ഈശ്വര നിശ്ചയം തന്നെയാണ്. കാരണം തന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എന്റെ ശ്രീലക്ഷ്മിയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. ശ്രീലക്ഷ്മിയുമായിട്ടുള്ള എന്റെ പ്രണയത്തിന് തന്റെ ജീവിതവുമായിട്ട് കുറെ സാമ്യത ഉള്ളതായി ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു. സത്യം, ശ്രീലക്ഷ്മിയും കൺമണിയും ഒരേ ജീവിതമാണ് ജീവിക്കുന്നത്. സാറിനത് അറിയില്ലെന്ന് മാത്രം. നിങ്ങൾ രണ്ടും രണ്ടാണ് എന്ന് എത്ര തവണ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും പലപ്പോഴും എന്റെ പിടിവിട്ടു പോയിട്ടുണ്ട് കൺമണി. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതിന്റെ ഉത്തരം ഞാൻ പറയാം സർ. ഇനി എന്റെ കാര്യത്തിൽ സാറിന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. സാറിന്റെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു. ഇത് ഞാൻ തന്നെയാ, സാറിന്റെ സ്വന്തം ശ്രീലക്ഷ്മി തന്നെ. അതെ സർ, സത്യം. ഞാനിനി ആരൊക്കെയായി മാറിയെന്ന് പറഞ്ഞാലും സാറിന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും. ഞാൻ കൺമണിയല്ല, ശ്രീലക്ഷ്മിയാ. ശ്രീലക്ഷ്മി മാത്രം. കാരണം ശ്രീലക്ഷ്മിക്ക് മറ്റൊരാളായിട്ട് മാറാൻ പറ്റും. സാറിനോടുള്ള ശ്രീലക്ഷ്മിയുടെ പ്രണയത്തിന് ഒരിക്കലും മറ്റൊന്നായി മാറാൻ കഴിയില്ല. ഇനി ഞാൻ ആ സത്യം പറഞ്ഞാലും രവി സാർ ചിലപ്പോ വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കും. സത്യം ശ്രീലക്ഷ്മിയുടെ സ്വന്തം നാവുകൊണ്ട് പറയണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇത്രയും നാളും രവിവർമ്മന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രീലക്ഷ്മി മേഡം ചെയ്തതൊക്കെ വെറുതെ ആവുമെന്ന് ഞാൻ പറയും. പക്ഷെ രാഗസുധ ഇപ്പോഴും ജയിലിലല്ലേ? സമ്മതിക്കുന്നു. രാഗസുധയിൽ നിന്ന് രവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളപ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള രവിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എന്നെ ഇപ്പൊ അലട്ടുന്നത്. ഈ മടങ്ങിപ്പോക്കിൽ മാഡം ഒന്നു മാത്രം ഓർത്തോളൂ. ശത്രുക്കളുടെ കൈകൊണ്ടല്ല രവിവർമ്മൻ ഇനി ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിലായിരിക്കും. ആത്മഹത്യ എന്ന സ്വയം ശിക്ഷ തന്നെ.
ശ്രീലക്ഷ്മി എനിക്കെന്റെ ശ്രീലക്ഷ്മി ജീവനോടെ വേണം. കയറ്റിവിടാൻ രവിവർമ്മന് കഴിയും. പക്ഷേ സ്വന്തം ഭാര്യയെ മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ രവി എന്ന ഭർത്താവിന് കഴിയില്ല. എന്തെങ്കിലും മാഡം ഈ നാട്ടിൽ തിരിച്ചു വരികയാണെങ്കിൽ അന്ന് രവിചന്ദ്രവർമ്മൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്നർത്ഥം. ഇനി മാഡം തീരുമാനിക്കും. താൻ ശ്രീലക്ഷ്മിയാണെന്ന് സത്യം മറച്ചു വെച്ചതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കണോ? കൊടുക്കണോ മാഡം? ഉത്തരം പറയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.